ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. സോ ഞാനിപ്പോൾ പോകുന്നത്, ഞാൻ ഋതു ഒരുമിച്ചാണ് പോകുന്നത്, ബാക്കി ആരും ഇല്ല. ഞങ്ങൾ ഐസ് സ്കേറ്റിങ്ങിന് പോകാൻ തീരുമാനിച്ചു ഗൈസ്. രണ്ടുപേർക്കും സ്കേറ്റിംഗ് അറിഞ്ഞൂടാ. ഉറപ്പായിട്ടും മൂടും കുത്തി വീഴുന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. ഇവിടെ ഗിൽഡ് ഹാൾ വാക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ വെച്ചാണ് സ്കേറ്റിംഗ് നടക്കുന്നത്. സോ നമുക്ക് പോയി നോക്കാം. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. കഴിഞ്ഞ വർഷം ഇതേപോലെ വീഴുന്ന മേടിച്ച് പോയില്ല. ഇപ്രാവശ്യം എന്താ വിചാരിച്ച് വീഴണമെങ്കിൽ വീഴട്ടെ, പോയി നോക്കാം അങ്ങനെ. പിന്നെ ഞാൻ ഗ്രെക്സിന്ന് ഒരു ഹോട്ട് ചോക്ലേറ്റ് മേടിച്ച് കുടിച്ചുകൊണ്ട് പോകുന്നത്. കാരണം തണുപ്പുണ്ട്, പൈസ കൊടുത്ത് മേടിക്കണ്ട. ആഴ്ചയിലൊരിക്കൽ ഫ്രീ ആയിട്ട് ഡ്രിങ്ക് ഉണ്ട്. അത് ഈ മോൺസ് വഴി തന്നെ പെർക്കെടുക്കാൻ ഓപ്ഷൻ ഉണ്ട്. സോ അങ്ങനെ എടുത്തത് കാരണം ഫ്രീ ആയിട്ട് നമുക്ക് വീക്കിലി കിട്ടും. ട്രെയിൻ പോകുന്നതും ബസ് പോകുന്നതും സൗണ്ട് കാരണം ഡിസ്റ്റർബൻസ് വരുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഋതുവിനെ കാണുമ്പോൾ കാണിച്ചു തരാം. സോ എൻ്റെ കൂടെ ഋതു ഉണ്ട്. നമ്മൾ എൻ്റെ കൂടെ ഐസ് സ്കേറ്റിംഗ് വന്നതാണ്. അപ്പോഴത്തേക്ക് ഇപ്പോൾ ലക്ഷ്മി വിളിച്ചിട്ട് പറഞ്ഞു അവളും വരാമെന്ന്. ചിലപ്പോൾ അവളുടെ അവളുടെ ഫ്രണ്ട്സും കാണും. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഐസ് സ്കേറ്റിങ്ങിന് പോകുന്നു, മൂട് കുത്തി വീഴുന്നു. അതെ, അവൾ കളർ അടിച്ചതിൻ്റെ പ്രഹസനമാണ്. ഓ, അത് കൊള്ളാമല്ലേ? നമ്മൾ നല്ലതുണ്ടോ നല്ലതെന്ന് പറയണം. അപ്പോൾ ഗൈസ്, നിങ്ങളിനി കാണാൻ പോകുന്നത് ഞാൻ അതിൻ്റെ അകത്ത് കയറാൻ തന്നെ പേടിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഫസ്റ്റ് കാലെടുത്ത് വെച്ചപ്പോൾ എനിക്ക് എനിക്ക് ആ ഒരു ഫീല് മനസ്സിലായി. ഞാൻ അങ്ങനെ ചാക്കി പോകണമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് പേടിയാവാൻ തുടങ്ങി. ഇത്ര ദിവസം നേരം കുഴപ്പമില്ല, വീണാലും സാരമില്ല പോട്ട് എന്നും പറഞ്ഞ് കയറി വന്നതാണ്. പക്ഷേ അവിടെ എത്തിയപ്പോൾ ഉള്ള കോൺഫിഡൻസ് എല്ലാം പോയി. അപ്പോഴത്തേക്ക് ഈ ലക്ഷ്മി ഋതുവാണെങ്കിൽ എന്നെ ഇട്ടിട്ട് പോയി ഗൈസ്. പിന്നെ ഞാൻ പറഞ്ഞു സാരമില്ല, സങ്കടമില്ല, ഇങ്ങനെ ചെറിയൊരു വിഷമം. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കൊച്ചും ഇവളുടെ ഫ്രണ്ടും കൂടെ വന്നിട്ട് നമ്മുടെ ഇടയിൽ കൂടെ പോകും. എനിക്കാണെങ്കിൽ ഒന്നാതേ പേടി. അപ്പോൾ ഇവളെടുത്ത് മാറിത്തരുമോ ചോദിച്ചു. മാറിത്തരാൻ എനിക്ക് കൈവിട്ടാൽ ഞാൻ മൂടുകുത്തനെ വീടുള്ളതുകൊണ്ട് പിന്നെ അവൾ എന്നോട് അല്ലാണ്ടങ്ങ് പോയി. അപ്പോൾ മാറിക്കൊടുത്തത് പോയി താഴോട്ട്. പക്ഷേ സത്യം ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും കൈവിട്ടൊക്കെ നടക്കാൻ പഠിച്ച്. ഞാൻ നടക്കാൻ പഠിച്ച് വന്നപ്പോഴത്തേക്ക് ലൈറ്റ് അണച്ച് ഗൈസ്. സോ ചെറുതായിട്ട് സെഡായി ഞാൻ. പക്ഷേ സത്യം പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കൊള്ളാം. അപ്പോൾ എനിക്ക് വിചാരിച്ചു ഇനി അടുത്ത വർഷം എന്തായാലും പോയി നോക്കണം. സത്യം പറഞ്ഞാൽ എൻ്റെ മുഖം കാണുമ്പോൾ അറിയാം ഞാൻ അത്രത്തോളം പേടിച്ചിട്ടുണ്ടായി. ബാക്കി നിങ്ങൾ തന്നെ കണ്ടു. ഇടയ്ക്ക് ഞാൻ മൂടും കുത്തനെയൊക്കെ പോകുന്നുണ്ട്. പിന്നെ കുറേ വീഡിയോസൊന്നും കിട്ടിയില്ല. അത് നമ്മൾ കുറേ ഇൻസിഡൻസ് എപ്പോഴും ഫുൾ വീഡിയോ എടുത്തിട്ടിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ കഴിവുള്ളവർ അവിടെ പല സാഹസങ്ങളും കാണിക്കുന്നത് വായും തുറന്ന് കണ്ടുകൊണ്ടിരിപ്പുണ്ടായിരുന്നു ഗൈസ്. നമ്മൾ യോഗില്ല മണിയെ അങ്ങനെയൊക്കെയായിരുന്നു അവസ്ഥ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബാക്കി നിങ്ങൾ തന്നെ കണ്ടു. ഞാൻ എന്താ ഇപ്പോൾ വീട്ടിൽ വന്ന് കയറിയതേ ഉള്ളൂ ഐസ് സ്കേറ്റിംഗ് കഴിഞ്ഞിട്ട്. എനിക്കിതിനിടയിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഋതുവിൻ്റെ ഫോണിലെടുത്തിട്ടുണ്ട്. അപ്പോൾ അവൾ അയച്ചത് ഞാൻ കാണിക്കും. എനിക്ക് ഒട്ടുക്കത്ത പേടിയായിരുന്നു. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റില്ല. എനിക്ക് വീണ് കാലും കൈ ഒടിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ. അതെൻ്റെ തലയിൽ കിടന്നിട്ട് എനിക്ക് അനങ്ങാൻ പറ്റില്ല. എൻ്റെ അവസാനം ഞാൻ ഇങ്ങനെ ഇപ്പം നടക്കാൻ പഠിച്ചപ്പോഴത്തേക്ക് ടൈം കഴിഞ്ഞ് ലൈറ്റ് ഓഫ് ആയി ഗൈസ്. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ? അയ്യോ, എനിക്കിപ്പോൾ ചിരിക്കുമ്പോൾ ചിരിയും പറഞ്ഞത് ഞാൻ 3 വട്ടം വീടായിരുന്നു മൂടും കുത്തി. അപ്പോൾ ഓക്കെ, ബൈ. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ എന്താ വീട്ടിൽ വന്ന് കയറിയിട്ടേ ഉള്ളൂ. എനിക്കിനി ഡ്രസ്സെല്ലാം മാറി കിടന്നുറങ്ങണം. നാളെ ഷിഫ്റ്റ് വന്നാൽ പോകേണ്ടതാണ്. അപ്പോൾ ടാറ്റ, ഗുഡ് നൈറ്റ്, ബൈ ബൈ.